എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചാണ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ദക്ഷിണേന്ത്യയിലെ ഗണപതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും രാജ്യത്തിനകത്തും പുറത്തു നിന്നുമായി അനേകം ഭക്തജനങ്ങൾ ആരാധനയ്ക്കായി എത്തിച്ചേരുന്നതുമായ ഒരു ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയിൽ സ്ഥിതി ചെയ്യുന്ന മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം. തെക്കൻ ഉപദ്വീപിൽ പെരുമാൾമാർ തങ്ങളുടെ സ്വാധീനം ചെലുത്തുന്നതിന് വളരെ മുൻപ് തന്നെ ഈ ക്ഷേത്രം നിലവിൽ വന്നതായി പറയപ്പെടുന്നു. ഈ ആരാധനാലയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പെരുമാളിന് മുൻപുള്ള ചരിത്രരേഖകളിലും ധാരാളം പരാമർശങ്ങളുണ്ട്. മള്ളിയൂരിലെ പ്രതിഷ്ഠ ക്ഷിപ്രപ്രസാദിയായ ബീജഗണപതി സങ്കല്പത്തിൽ ഉള്ളതാണ്. പ്രപഞ്ചത്തിലെ ആദ്യ ഗണപതി സങ്കല്പവും ഗം എന്ന മൂലം കൊണ്ട് പൂജിക്കുന്നതുമായ ഗണപതിയാണ് ബീജഗണപതി എന്ന് പറയുന്നത്. അപൂർവമായ സങ്കല്പത്തിലുള്ള ബീജഗണപതിയാണ് ഇവിടെ പ്രതിഷ്ഠ എങ്കിലും ഗണപതിയുടെ മടിയിലിരുന്ന് കഥ കേൾക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ സാന്നിധ്യം ഈ ക്ഷേത്രത്തെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. അമ്പാടിക്കണ്ണനെ മടിയിലിരുത്തി താലോലിക്കുന്ന ബീജഗണപതി സങ്കല്പം ഭാഗവതഹംസം ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ ഉപാസന ഫലമായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. മറ്റൊരിടത്തും ഇങ്ങനെയൊരു സങ്കല്പവും കാണാൻ കഴിയില്ല. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ അധ്യായത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കാലങ്ങൾക്ക് മുൻപ് ദേശക്കാരുടെ ക്ഷേത്രമായിരുന്നു മള്ളിയൂർ. പിന്നീടത് ഊരായ്മക്കാരുടെ ക്ഷേത്രമായി മാറുകയായിരുന്നു. ഇവരുടെ ഇടയിൽ മഹാ ത്വാപസിയും ജ്ഞാനിയുമായിരുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനുണ്ടായിരുന്നു. ഒരുപാട് തീർത്ഥാടനങ്ങൾ നടത്തിയിരുന്ന അദ്ദേഹത്തിന് ഒരു ദേശാടന വേളയിൽ കിട്ടിയതാണ് ഗണപതി ഭഗവാന്റെ അപൂർവ സങ്കല്പമായ ബീജഗണപതിയെ. വലംപിരി രൂപത്തിലുള്ള ബീജഗണപതിയുടെ തുമ്പിക്കൈയിൽ മാതള നാരങ്ങ, ലഡു, പാശം, അങ്കുശം എന്നിവയോടുകൂടിയാണ് പ്രതിഷ്ഠ. ക്ഷിപ്രപ്രസാദിയാണ് ഇവിടെ ഇരിക്കുന്ന വിഘ്നേശ്വരൻ. ഒരുപാട് ശോച്യാവസ്ഥയിലായിരുന്നു ഒരു കാലത്ത് മള്ളിയൂർ ക്ഷേത്രം. ഭഗവാന് നിത്യവുമുള്ള നിവേദ്യം പോലും കുറേ കാലം മുടങ്ങിക്കിടന്നിരുന്നു. ഇത്തരത്തിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ ഇല്ലത്തേക്കാണ് പരമേശ്വരൻ നമ്പൂതിരിയുടെയും ആര്യ അന്തർജനത്തിൻ്റെയും സീമന്തപുത്രനായി മഹാപണ്ഡിതനും ശ്രേഷ്ഠനും ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ജനനം. 14 വയസ്സായപ്പോഴാണ് അദ്ദേഹം സംസ്കൃത പഠനം ആരംഭിച്ചത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് രോഗം പിടിപെടുകയും അത് ഏറെ വർഷം നിലനിൽക്കുകയും ചെയ്തു. ഒടുവിൽ സൂര്യ നമസ്കാരം ചെയ്യാൻ ശീലിച്ചതോടെയാണ് രോഗശമനം ഉണ്ടായത്. എന്നാലും അതൊരു ശാശ്വത പരിഹാരമായിരുന്നില്ല. അമ്മയായ ആര്യ അന്തർജനത്തിൻ്റെ ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള പ്രാർത്ഥന അദ്ദേഹത്തെ ഭജനയ്ക്കായി ഗുരുവായൂരിലെത്തിച്ചു. ഗുരുവായൂരിൽ വെച്ച് അദ്ദേഹം ബ്രഹ്മശ്രീ പടപ്പന നമ്പൂതിരിയെ പരിചയപ്പെടുകയുണ്ടായി. മഹാപണ്ഡിതനും ജ്ഞാനിയുമായിരുന്ന പടപ്പന നമ്പൂതിരി അദ്ദേഹത്തിന് ഭാഗവതം ചൊല്ലിക്കൊടുത്തു. ഭാഗവത ഉപദേശം കിട്ടിയാൽ നിത്യേനെ പാരായണം ചെയ്യണം എന്നതാണ് നിയമം. എന്നാൽ ഒരു ഭാഗവതം വാങ്ങാൻ കഴിവില്ലായിരുന്ന ശങ്കരൻ നമ്പൂതിരിക്ക് ഒരു അമ്യാരുടെ കയ്യിൽ നിന്നാണ് ഭാഗവതം ലഭിച്ചത്. ഭാഗവതവുമായി ഗുരുവായൂരിൽ നിന്ന് മടങ്ങിയെത്തിയ ശങ്കരൻ നമ്പൂതിരി വിഘ്നേശ്വരൻ്റെ മുന്നിൽ വെച്ച് ഭാഗവതം നിത്യവും വായിക്കാൻ തുടങ്ങി. അന്ന് ചോർന്നൊലിക്കുന്ന ക്ഷേത്രം അദ്ദേഹത്തെ നന്നേ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ പലയിടത്തും അദ്ദേഹത്തിൻ്റെ ഭാഗവത പാരായണവും വിവരണവും പ്രസിദ്ധിയാർജിക്കാൻ തുടങ്ങി. പലയിടങ്ങളിലും അദ്ദേഹം ഭാഗവതം പാരായണം നടത്തുകയും ഉണ്ടായി. ഭഗവാൻ കൃഷ്ണനെ ഉപാസിച്ചുകൊണ്ടുള്ള നിത്യഭാഗവത പാരായണം ക്ഷേത്രത്തിലെ വിഘ്നേശ്വര പ്രതിഷ്ഠയിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. ദേവപ്രശ്നം വെച്ചപ്പോൾ ദർശിച്ചത് ഗണപതിയുടെ ആലിംഗനത്തിൽ മടിയിലിരുന്ന് കഥ കേൾക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ്.
അങ്ങനെയാണ് ഗണപതിയുടെ മടിയിലിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപമുള്ള ചിത്രം ദർശിക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ടായിരിക്കും ഗണപതിയും ഉണ്ണിക്കണ്ണനും ഒരുമിച്ചു വന്നത് എന്ന ചോദ്യത്തിന് ശങ്കരൻ നമ്പൂതിരി നൽകിയ മറുപടി ഇതായിരുന്നു. തന്ത്രശാസ്ത്രത്തിൽ രണ്ട് പ്രധാന സംഗതികളുണ്ട്. ഒരു ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയുടെ മൂലമന്ത്രമേ ശ്രീകോവിലിനുള്ളിൽ ചൊല്ലാവൂ, മറ്റൊന്നും പാടില്ല. ഓരോ ദേവനും അർച്ചിക്കാവുന്നതും നിഷിദ്ധവുമായ പൂക്കളുമുണ്ട്. ഇതനുസരിച്ച് ഉത്തമ പുഷ്പങ്ങൾ മാത്രമേ ചാർത്താവൂ, നിഷിദ്ധമായവ അരുത്. ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം പറഞ്ഞ ശാസ്ത്രം ഞാൻ തെറ്റിച്ചു, രണ്ടാമത്തേതിൽ കൈവച്ചില്ല. ഗണപതിക്ക് അർച്ചിക്കാവുന്നതും അലങ്കരിക്കാവുന്നതുമായ പൂക്കളെ ശ്രീകോവിലിനുള്ളിലേക്ക് എടുക്കൂ. ഗണപതിയുടെ മുന്നിൽ ധ്യാന ശ്ലോകത്തിനു പകരം ഭാഗവതമാണ് ഞാൻ വായിച്ചത്. ഗണപതിക്ക് അരികിൽ തന്നെ സാളഗ്രാമം വെച്ച് പൂജയും നടത്തി. ഇതിലൊക്കെ എത്രമാത്രം ശരിയുണ്ടെന്നോ ശാസ്ത്രമുണ്ടെന്നോ ഞാൻ നോക്കിയില്ല. തന്ത്രവിധിയേക്കാളും ശാസ്ത്രത്തെക്കാളും ഒക്കെ എൻ്റെ മനസ്സിൽ നിറഞ്ഞൊഴുകിയത് ഭഗവത് സമർപ്പണമായിരുന്നു. ഞാനത് നിരന്തരം ആയി ചെയ്തു. വിഘ്നേശ്വരനെ ഭാഗവതം വായിച്ചു കേൾപ്പിച്ചും പുഷ്പാഞ്ജലി കഴിച്ചും വൈഷ്ണവോപാസന നടത്തിയും ഞാനെൻ്റെ ഭഗവത് സേവ മുടങ്ങാതെ നിർവഹിച്ചു. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാകണം വിഘ്നേശ്വര വിഗ്രഹത്തിൽ കൃഷ്ണൻ്റെ രൂപം തെളിഞ്ഞു വന്നത്. ദേവപ്രശ്നത്തിലും തെളിഞ്ഞത് അതാണ്. മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി 4 പതിറ്റാണ്ടിലേറെ ക്ഷേത്ര ശ്രീകോവിലിനു മുന്നിൽ സാളഗ്രാമം വെച്ച് ഭാഗവതം വായിച്ചു. മള്ളിയൂരിൻ്റെ ആത്മസമർപ്പണമായി വിഘ്നേശ്വരനിൽ വൈഷ്ണവ ചൈതന്യം കുടികൊള്ളുന്നുവെന്നാണ് ജ്യോതിഷ പ്രശ്നത്തിൽ വെളിവായത്. ക്ഷിപ്രപ്രസാദിയായ വിഘ്നേശ്വരൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും അനുഗ്രഹത്താലാണ് ഇന്ന് കാണുന്നത്ര വളർന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറിയത്. ക്ഷേത്രത്തിൽ ദേവിയും ശാസ്താവും അന്തിമഹാകാളനും മറ്റു ഉപദേവന്മാരുടെ പ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്ര മതിൽക്കെട്ടിനു പുറത്തായി നാഗങ്ങളും ഉണ്ട്. ഇതുകൂടാതെ ക്ഷേത്രത്തിന് പുറകുവശത്തായി ഒരു വിഷ്ണു ക്ഷേത്രവും ശിവക്ഷേത്രവും ഭദ്രകാളി ക്ഷേത്രവുമുണ്ട്. പുരാതന കാലത്ത് വളരെ പ്രശസ്തമായ 4 ഇല്ലങ്ങൾ മാഞ്ഞൂർ ഗ്രാമത്തിലുണ്ടായിരുന്നു. മള്ളിയൂർ, അരിപ്പള്ളി, പുല്ലരിപ്പുറം, വടക്കേടം. അന്ന് ഈ 4 ഇല്ലക്കാരുടെ മേൽനോട്ടത്തിൽ ശ്രീ മഹാഗണപതി ക്ഷേത്രം വളരെ ഭംഗിയായി തന്നെ നടന്നു വന്നു. കൂടാതെ ഓരോ ഇല്ലക്കാർക്കും സ്വന്തമായി മറ്റു ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. ശിവക്ഷേത്രം, വിഷ്ണു ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം തുടങ്ങിയവ കാലാഗതിയിൽ ഉയർച്ച താഴ്ചകൾ ധാരാളമുണ്ടായി. ഒരു ഘട്ടത്തിൽ മള്ളിയൂർ ഇല്ലം അന്യം നിന്നു പോകുമോ എന്നുവരെ ശങ്കിച്ചു. ഈ ഘട്ടത്തിൽ മള്ളിയൂരിലെ കാരണവന്മാർ പുല്ലരിപ്പുറത്തു നിന്നും ഒരു ആൺകുട്ടിയെ ദത്തെടുത്തു. അങ്ങനെ പരമ്പരയെ കാത്തു സൂക്ഷിച്ചു. വിധിയുടെ വിളയാട്ടത്തിൽ 3 ഇല്ലങ്ങളും അന്യം നിന്നുപോയി. അതോടെ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ചുമതലയും മള്ളിയൂർ ഇല്ലത്തിനായി. സാമ്പത്തിക ക്ലേശങ്ങൾക്കിടയിലും പൂജ മുടങ്ങാതെ കൊണ്ടുപോയി. പക്ഷേ മറ്റ് 3 ഇല്ലങ്ങളിൽ ഉണ്ടായിരുന്ന ഉപാസനാമൂർത്തികൾക്ക് പൂജാദികൾ ഇല്ലാതാവുകയും ക്രമേണ അതെല്ലാം നശിച്ച് വിഗ്രഹങ്ങളും നഷ്ടമായി. പിൽക്കാലത്ത് മള്ളിയൂർ ക്ഷേത്രത്തിൽ നടത്തിയ ദേവപ്രശ്നത്തിൽ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി. നശിച്ചുപോയ ക്ഷേത്രാവശിഷ്ടങ്ങൾ സമീപ പ്രദേശത്തു നിന്നും കണ്ടെത്തി നാടിൻ്റെ ക്ഷേമത്തിനും പുരോഗതിക്കുമായി ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കണമെന്നും നിർദ്ദേശിച്ചു. അങ്ങനെയാണ് മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും പ്രതിഷ്ഠ മള്ളിയൂരിൽ നടത്തിയത്. മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി ഉണ്ടായിരുന്നപ്പോൾ തന്നെ അതെല്ലാം ചെയ്യുവാൻ കഴിഞ്ഞു. പക്ഷേ ക്ഷേത്ര നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും പുനരുദ്ധാരണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കി പ്രതിഷ്ഠയും കഴിഞ്ഞു. അന്നൊരിക്കൽ മഴക്കാലത്ത് മഹാഗണപതിക്ക് നിവേദ്യം സമർപ്പിക്കുന്ന വേളയിൽ നിവേദ്യത്തിൽ മഴത്തുള്ളി വീണപ്പോൾ നെഞ്ചുരുകി അദ്ദേഹം പറഞ്ഞു, ദരിദ്രനായ എൻ്റെ കൂടെ കൂടിയതുപോലും അവിടുത്തേക്ക് പോലും ഈ അവസ്ഥ ആയല്ലോ. സ്വന്തം ക്ലേശങ്ങളെല്ലാം തൻ്റെ ദുഃഖമാണ് ഭക്തഹൃദയത്തിൽ നൊമ്പരമുണ്ടാക്കിയതെന്ന് അറിഞ്ഞ് കാരണമൂർത്തിയായ ഗണേശൻ പരിഹാരമുണ്ടാക്കി.
അതിൻ്റെ ഫലമായിരുന്നു അദ്ദേഹത്തിൻ്റെ തീവ്രമായ ഭാഗവത ഉപാസന. ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി എന്ന കാലം കൊളുത്തിയ ആധ്യാത്മിക ദീപം ആയിരങ്ങൾക്ക് പ്രകാശം ചൊരിയുകയാണിപ്പോൾ. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഇങ്ങനെയാണ്. തടസ്സങ്ങൾ നീങ്ങുവാൻ 1000 കുട അഭിഷേകം, അപ്പം മൂടൽ എന്നിവയാണ്. വിവാഹം നടക്കുന്നതിന് പഴമാല, സന്താനലബ്ധിക്ക് 12 വ്യാഴാഴ്ച പാൽപ്പായസം, ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് തടി വഴിപാട് പ്രാധാന്യമാണ്. 108 നാളികേരം കൊണ്ടുള്ള ഗണപതി ഹോമം, മുക്കുറ്റി പുഷ്പാഞ്ജലി എന്നിവയും പ്രാധാന്യത്തോടെ വഴിപാടായി സമർപ്പിക്കുന്നു. അപൂർവമായ ഗണപതി ക്ഷേത്രങ്ങളിൽ മള്ളിയൂർ ക്ഷേത്രത്തെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.